ബെനഡിക്ട് പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യചുംബനം അർപ്പിച്ച് പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്ഫീൽഡ്. പാപ്പയുടെ സെക്രട്ടറിയും സമീപ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വക്താവുമായി പ്രവർത്തിച്ചു വരികയായിരുന്ന ആർച്ച് ബിഷപ്പ് ഗാൻസ്ഫീനാണ് ബെനഡിക്ട് പാപ്പയുടെ ഓരോ സമയങ്ങളിലുള്ള വിവരങ്ങൾ ഫ്രാൻസിസ് പാപ്പയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും കൈമാറിക്കൊണ്ടിരുന്നത്. ജീവിച്ചിരുന്നപ്പോഴും വിടവാങ്ങിയപ്പോഴും ബെനഡിക്ട് പാപ്പയുടെ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്ഫീൻ പാപ്പയ്ക്ക് അന്ത്യചുംബനം നൽകുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. സിഡ്നിയിൽ നടന്ന 2008 ലോക യുവജന ദിന സമ്മേളനത്തിന്റെ സമാപന ദിവ്യബലിയിൽ ബെനഡിക്ട് പാപ്പ ധരിച്ചിരുന്ന ചുവന്ന പേപ്പൽ മേലങ്കിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷകൾ നടത്തുമെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. യുവജനങ്ങളുമായുള്ള സിഡ്നിയിലെ കൂടിക്കാഴ്ച തന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതായി പാപ്പ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2008 ജൂലൈ 13 മുതൽ 21 വരെയായിരുന്നു ബെനഡിക്ട് 16 പാപ്പയുടെ സിഡ്നി സന്ദർശനം. ജൂലൈ 20 ഞായറാഴ്ച അർപ്പിക്കപ്പെട്ട കുർബാന മധ്യേ എല്ലാവരെയും ദൈവപിതാവിലേക്ക് ആകർഷിക്കാനും മനുഷ്യരാശിക്ക് പ്രത്യാശയുടെ ഭാവി കെട്ടിപ്പടുക്കാനും കഴിവുള്ള നവയുഗത്തിന്റെ പ്രവാചകരും സ്നേഹത്തിന്റെ സന്ദേശവാഹകരുമാകുവാൻ യുവാക്കളോട് കർത്താവ് ആവശ്യപ്പെടുന്നതായി പാപ്പ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. ബെനഡിക്ട് പാപ്പയ്ക്ക് ആദരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള പൊതുദർശനം ബുധനാഴ്ച റോമൻ സമയം വൈകിട്ട് 7 മണിക്ക് അവസാനിക്കും. ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 1,35,000 പേർ പാപ്പയെ ഒരു നോക്ക് കാണാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിയതായി വത്തിക്കാൻ അറിയിച്ചു. ബെനഡിക്ട് പാപ്പ മതബോധനത്തിന്റെ മഹാ അധ്യാപകനായിരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. ബെനഡിക്ട് പാപ്പയുടെ തീക്ഷ്ണവും ലളിതവുമായ ചിന്തകൾ തീർത്തും സഭാപരമായിരുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്തു. ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയിലാണ് ഫ്രാൻസിസ് പാപ്പ ബെനഡിക്ട് പാപ്പയെ അനുസ്മരിച്ചത്. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പയോടുള്ള ആദരവായി മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്ക ഗവൺമെന്റ് 4 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഏറ്റവും ഉന്നതമായ വിശ്വാസ പദവിയിലിരുന്ന ആളിനോട് പ്രകടിപ്പിക്കേണ്ട ആദരവായാണ് 4 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഡിസംബർ 31 മുതൽ രാജ്യത്തിന്റെ പതാക താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രസിഡന്റായ റോദ്രിഗോ ഷാവേസും രാജ്യത്തെ മെത്രാൻ സമിതിയും ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. എമിരേറ്റസ് ബെനഡിക്ട് 16 പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പാത്രിയാർക്കീസ് കിറിൽ. റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരു യുഗത്തെ അടയാളപ്പെടുത്തിയ ബെനഡിക്ട് പാപ്പയുടെ പേപ്പൽ കാലയളവ് ബാഹ്യവും ആന്തരികവുമായ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നെന്ന് പാത്രിയാർക്കീസ് കിറിൽ അനുസ്മരിച്ചു. ഒരു പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ബെനഡിക്ട് 16 ആധികാരിക പ്രബോധനങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള സഹകരണം വികസിപ്പിക്കുന്നതിനും മതേതര ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനും പരമ്പരാഗത ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും ഗണ്യമായ സംഭാവന നൽകിയവയായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബെനഡിക്ട് പാപ്പ ആർച്ച് ബിഷപ്പായിരുന്ന മ്യൂണിക്കിലെ പരിശുദ്ധ കന്യകാ മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ദിവ്യബലിയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. മ്യൂണിക്കിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ റെയിൻഹാർഡ് ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബെനഡിക്ട് 16 പാപ്പയുടെ വേർപാടിൽ കത്തോലിക്കർക്കൊപ്പം ഐക്യപ്പെടുന്നതായി കാന്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി. സഭയുടെ വിശ്വാസത്തോട് പ്രതിബദ്ധത പുലർത്തുകയും അതിന്റെ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ബെനഡിക്ട് പാപ്പയെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം കാലം ചെയ്ത പാപ്പയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് രചനകളിലും പ്രസംഗങ്ങളിലും ക്രിസ്തു പ്രതിഫലിച്ചിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. 2013 പേപ്പൽ പദവിയിൽ നിന്ന് പടിയിറങ്ങാനുള്ള ബെനഡിക്ട് 16 പാപ്പയുടെ ധീരമായ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ക്രിസ്തുവിൽ വേരുറച്ച ചിന്തകളാലും പ്രാർത്ഥനാ ജീവിതത്താലും സമ്പന്നനായിരുന്ന പാപ്പ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചെന്നുള്ള വാക്കുകളോടെയാണ് ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി തന്റെ അനുശോചന സന്ദേശം ഉപസംഹരിച്ചത്.